ഹായ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കേരള സ്റ്റൈൽ പൊറോട്ടയാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: മൈദ 1 കിലോ, ഒരു മുട്ട, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 200 ഗ്രാം വെളിച്ചെണ്ണ, 1.5 ടേബിൾ സ്പൂൺ ഡാൽഡ, ആവശ്യത്തിന് ഉപ്പ്, അല്പം സോഡാപ്പൊടി. സോഡാപ്പൊടി നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ മാവ് കുഴയ്ക്കാൻ പോവുകയാണ്. മാവിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുക, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക, എടുത്തു വെച്ച മുട്ട പൊട്ടിച്ച് മാവിലേക്ക് ചേർക്കുക. ഈ മുട്ട ചേർക്കുന്നത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി സോഡാപ്പൊടി അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം മാവ് പെട്ടെന്ന് പുളിക്കാനായിട്ടാണ് നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നത്. അത് നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. ഡാൽഡ കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മാവ് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചപ്പാത്തി മാവിൻ്റെ അത്രയും ടൈറ്റ് ആകാതെ കുറച്ച് ലൂസാക്കി വേണം കുഴയ്ക്കാനായിട്ട്. നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ മാവ് കുഴച്ച് കഴിഞ്ഞ് മാവ് നല്ല സോഫ്റ്റായി, നമുക്ക് പിടിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം നല്ല സോഫ്റ്റായി കഴിയുമ്പം അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇതിന് ശേഷം ഒരു നനഞ്ഞ തോർത്തിട്ട് മൂടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് നല്ല പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല മാർദ്ദവത്തോടെ ഇരിക്കാനായിട്ടാണ് ഇങ്ങനെ നനഞ്ഞ തോർത്തിട്ട് മൂടി നമ്മളിങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് കുഴച്ച് വെച്ച മാവിനെ ചെറിയ ചെറിയ ബോളുകളാക്കുക. ബോളാക്കുമ്പോൾ വെറുതെ ഉരുട്ടാതെ ഈ രീതിയിൽ ചെയ്താൽ നല്ല ഷേപ്പുള്ള ബോളായി കിട്ടും. ഇടത്തെ കൈയിൽ മാവെടുത്തിട്ട് വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. ഇനി ബോൾ ഉരുട്ടി വീണ്ടും 1/2 മണിക്കൂർ നനഞ്ഞ തോർത്തുകൊണ്ട് മൂടി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട വീശിയെടുക്കാം. ആദ്യം കൈ വെച്ച് നന്നായി പരത്തിയെടുക്കുക. വീശാൻ വേണ്ടി വലത് കൈ മുകളിലും ഇടത് കൈ താഴത്തും പിടിക്കുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് പൊക്കി വീശി അടിക്കുക. വീശിയിട്ട് അതിന് മുകളിലേക്ക് അല്പം വെളിച്ചെണ്ണ തൂകുക. എന്നിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ റോളാക്കി വെക്കുക. അതിനുശേഷം ഓരോന്നും എടുത്ത് ഇതുപോലെ പരത്തിയെടുത്ത് കല്ലിലിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, പൊറോട്ട ഉണ്ടാക്കുമ്പോഴും അതുപോലെ നമ്മൾ ആ പൊറോട്ട ഉണ്ടാക്കുന്ന സമയങ്ങളിലുടനീളം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഉണ്ടാക്കുന്ന സമയത്ത് കല്ലിലും അതുപോലെ പൊറോട്ട മറിച്ചിടുമ്പോഴും വെളിച്ചെണ്ണ അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് 5-6 എണ്ണം ഉണ്ടാക്കി കഴിയുമ്പം ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൈകൊണ്ട് അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, മറ്റ് ഓയിൽസ് ഒന്നും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് വേണം നമ്മുടെ കേരള സ്റ്റൈൽ പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്. നമ്മളൊന്ന് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും, വളരെ മൃദുവായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴച്ച് വെക്കുന്നതും അത് അടിച്ചെടുക്കുന്ന ആ ഒരു ടൈമേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളത് കുറച്ച് സമയം എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ റിപ്ലൈ ഒക്കെ അറിയിക്കണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.